നമ്മൾ ആറാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അവസാനിച്ചു. ഇന്ന് ഏഴാമത്തെ പാഠഭാഗമാണ്. ഏഴാമത്തെ പാഠത്തിന്റെ പേര് ഡെസിമൽ ഓപ്പറേഷൻസ് അഥവാ ദശാംശ രീതി. അപ്പൊ ദശാംശ സംഖ്യകളെ കുറിച്ച് നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗത്തില് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയാണ് ഡെസിമൽ ഫോംസ് ഫ്രാക്ഷൻ ഫോമിലാക്കുക, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോമിൽ തന്നത് എങ്ങനെ ഡെസിമൽ ഫോമിലാക്കാം, കുറെ ദശാംശ സംഖ്യകൾ തന്നാൽ അതെങ്ങനെയാണ് അസെൻഡിങ് ആരോഹണ ക്രമം അവരോഹണ ക്രമം അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതാം, അതായത് കമ്പാരിസൺ, രണ്ട് ഡെസിമൽ നമ്പേഴ്സിന്റെ കമ്പാരിസൺ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അതിന്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു. ഈ ലെസണിൽ നമുക്ക് അതിന്റെ കുറച്ചും കൂടി വിപുലമായിട്ട് ഡെസിമൽ ഓപ്പറേഷൻസ് അഥവാ ഡെസിമൽ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഗുണിക്കല് ഹരിക്കല് അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂട്ടലും കുറയ്ക്കലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു അഞ്ചാമത്തെ പാഠഭാഗത്തിൽ. അപ്പോ നമ്മൾ ആ മില്ലിമീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ അതൊക്കെ നമുക്ക് ഈ ലെസണിലും ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഡെസിമൽ സംഖ്യകൾ അല്ലെങ്കിൽ ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ അതാണ് ഞാനിവിടെ തുടക്കം പറയാൻ പോകുന്നത്. ഇപ്പൊ രണ്ട് ഡെസിമൽ സംഖ്യകൾ, നോട്ടിലൊന്നും എഴുതണ്ട, ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് ഡെസിമൽ സംഖ്യകൾ ഉണ്ട് എന്ന് വിചാരിക്കും. 2.5 ഇൻറ്റു 1.3 രണ്ട് ഡെസിമൽ സംഖ്യകളുടെ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട് എങ്കിൽ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യുക? രണ്ടും ഡെസിമൽ നമ്പേഴ്സ് ആണ്, അതിന് സംശയമൊന്നുമില്ല. ഇവ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഗുണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഡെസിമൽ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് സാധാരണ പോലെ രണ്ട് സംഖ്യകളെ, ഇപ്പൊ ഇതിൽ ഡെസിമൽ പോയിന്റ് അവോയ്ഡ് ചെയ്താൽ ഈ സംഖ്യ എത്രയാവും? 25 ഇൻറ്റു ഇവിടെ 1.3 ആണ്. ആ പോയിന്റ് എന്നുള്ളത് തൽക്കാലം നമ്മൾ മറന്നു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്രയായി? 13. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡെസിമൽ നമ്പറുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനില് ഡെസിമൽ ഇല്ല എന്ന് കണക്കാക്കി ആ തന്നിരിക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ആദ്യം വേണ്ടത്. അപ്പൊ 3 5s are 15, 1 balance, 2 3s are 6 plus 1 7, 1 5 is 5, 1 3 is 2. 325 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ ആ ആൻസർ ഇവിടെ എഴുതി 325. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതേ ഇവിടെ നോക്കൂ, ആദ്യത്തെ സംഖ്യയില് ആദ്യം തന്നിരിക്കുന്നതില് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഒരു ഡിജിറ്റ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് നമ്പറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പൊ മൊത്തം രണ്ട് സംഖ്യയിലും കൂടി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റുകളാണ് ഉള്ളത്. എങ്ങനെ? ഇവിടെ നിന്നും ഡെസിമൽ കഴിഞ്ഞിട്ടൊരു സംഖ്യയുണ്ട്, ഇവിടെയും ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പൊ എത്ര സംഖ്യകളാണ് ഉള്ളത് ഡെസിമൽ കഴിഞ്ഞിട്ട്? രണ്ട് സംഖ്യകളാണ് ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ ഉള്ളത്. അപ്പൊ ആ രണ്ട് സ്ഥാനം നമ്മൾ കിട്ടിയ ഉത്തരത്തിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, അതൊക്കെ നമുക്കറിയാം. പോയിന്റ് ഇടേണ്ടത് എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ രണ്ട് സ്ഥാനം നമുക്ക് കിട്ടിയ ആൻസറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 2 ആൻസർ ആയി നമ്മുടെ. അപ്പൊ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡെസിമൽ പോയിന്റ് അവോയ്ഡ് ചെയ്തിട്ട് തന്നിരിക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് പോയിന്റ് ഇടേണ്ടത്. ആ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? തന്നിരിക്കുന്ന ചോദ്യത്തില് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് നോക്കണം. അതൊരെണ്ണത്തിന്റെ മാത്രം നോക്കിയാൽ പോരാ, രണ്ട് സംഖ്യകളുടെ, ചിലപ്പോൾ മൂന്ന് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വരും.
അങ്ങനെയാണെങ്കിൽ 3 സംഖ്യകളുടെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് അല്ലെങ്കിൽ എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന് കാണണം. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം, അപ്പൊ മൊത്തം 2 സ്ഥാനങ്ങളാണുള്ളത്. കിട്ടിയ ഉത്തരത്തിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ ഒന്നും കൂടെ ഞാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട അറിയാം. പ്ലേസ് വാല്യൂ ഒക്കെ ഒന്നും കൂടെ പറയുന്നു. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള പ്ലേസ് വാല്യൂ നോർമൽ വേ ആണ് നമ്മള്, അതായത് വൺസ് ടെൻസ് ഇടത്തുനിന്ന് വലത്തോട്ട് തന്നെയാണ് പ്ലേസ് വാല്യൂ പറയുക. വൺസ് ടെൻസ് 100 1000 10,000 ആ രീതിയിൽ പോകുന്നു. ഡെസിമൽ പോയിന്റിന് ശേഷം വൺസ് പ്ലേസ് ഇല്ല. 10th 1/10 1/100 1/1000 എന്ന രീതിയിലാണ് പോകുന്നത്. ഇടത്ത് നിന്ന് വലത്തോട്ടാണ് പോകുന്നത്. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിലോട്ട് കിടന്നാലോ, പ്രോബ്ലംസിലോട്ട് കിടക്കാം ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ചെറിയ നോട്ട് നമുക്ക് എഴുതാം കേട്ടോ. ചെറിയ നോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആ സ്ക്വയർ മില്ലിമീറ്റർ ഒക്കെ ഇല്ലേ, ഒരു സ്ക്വയർ മില്ലിമീറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഒരെണ്ണം. അപ്പൊ ഇത് എഴുതുക. 1 സ്ക്വയർ, അതായത് സ്ക്വയറിന്റെ ഷോർട്ട് ഫോം ഇതാ ഇങ്ങനെ, 1 സ്ക്വയർ സെന്റിമീറ്റർ ഈക്വൽ ടു, ആ റിലേഷൻ ഒന്ന് എഴുതാനാണ്, 100 സ്ക്വയർ മില്ലിമീറ്റർ. അതായത് സ്ക്വയർ സെന്റിമീറ്ററിനെ സ്ക്വയർ മില്ലിമീറ്റർ ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചിലപ്പോ ഇനി നമുക്ക് വരുന്ന പ്രോബ്ലംസിൽ അതൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതായത് 1 സ്ക്വയർ മില്ലിമീറ്റർ, എം എന്ന് പറയുന്നത് എന്താണ്? 1/100. ഇതിന്റെ റിവേഴ്സ് എഴുതിയതാണ്. 1/100 സ്ക്വയർ സെന്റിമീറ്റർ, അതായത് ഒരു ചതുരശ്ര മില്ലിമീറ്റർ ഈക്വൽ ടു, ഒരു ചതുരശ്ര മില്ലിമീറ്റർ ഈക്വൽ ടു 1/100 ചതുരശ്ര സെന്റിമീറ്റർ. ഒരു ചതുരശ്ര മില്ലിമീറ്റർ, മീ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഒരു ചതുരശ്ര മില്ലിമീറ്റർ ഈക്വൽ ടു 1/100 ചതുരശ്ര സെന്റിമീറ്റർ. അത് ഇതിന്റെ മലയാളം എന്താ വരിക? ഒരു ചതുരശ്ര സെന്റിമീറ്റർ. ഒരു ചതുരശ്ര സെന്റിമീറ്റർ ഈക്വൽ ടു 100 ചതുരശ്ര മില്ലിമീറ്റർ. ഇതൊരു ബോക്സിനകത്താക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസിലൊക്കെ ആവശ്യമുള്ളതാണ്. ബോക്സിനകത്താക്കിയില്ല. ഒരു ചതുരശ്ര സെന്റിമീറ്റർ ഈക്വൽ ടു 100 ചതുരശ്ര മില്ലിമീറ്റർ. ഒരു ചതുരശ്ര മില്ലിമീറ്റർ ഈക്വൽ ടു 1/, ഇതിന്റെ റിവേഴ്സ് എഴുതിയേ ഉള്ളൂ. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഇൻഡു ചെയ്യുക, സെന്റിമീറ്ററിൽ നിന്ന് മില്ലിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പേജ് നമ്പർ, അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇനി വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. അതായത് നമ്മളുടെ പേജ് നമ്പർ 7th, ലെസൺ നമ്പർ 7ലെ ആദ്യത്തെ എക്സസൈസ് ആണ്. അതായത് ക്ലോത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കാണുന്നില്ലേ? ക്ലോത്ത് പ്രോബ്ലം കണ്ടോ? ക്ലോത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ആ ക്ലോത്ത് പ്രോബ്ലം എന്നുള്ള ഇത് എഴുതി കഴിഞ്ഞല്ലോ. വായിച്ചോട്ടെ. ഹെഡിങ് എഴുതുക. തുണിക്കണക്ക് അഥവാ ക്ലോത്ത് പ്രോബ്ലം. ക്ലോത്ത് പ്രോബ്ലം, തുണിക്കണക്ക്. ക്ലോത്ത് പ്രോബ്ലം, തുണിക്കണക്ക്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം. അതിന് ഏതാ ചോദ്യം വരുന്നത്? ടു മേക്ക് എ ഷർട്ട് ഫോർ എ ബോയ് ഇൻ ദ ക്ലാസ്. അവിടെ തൊട്ടാണ് ചോദ്യം, പിന്നീട് എഴുതിയെടുത്താൽ മതി നിങ്ങള്. ചോദ്യം ഞാൻ വായിക്കുന്നു. ടു മേക്ക് എ ഷർട്ട് ഫോർ എ ബോയ് ഇൻ ദ ക്ലാസ് 1.45 meters of cloth is needed on average. How much cloth is needed to make shirts for the 34 boys in the class? അതുവരെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊന്ന് പെൻസിൽ എടുത്ത് മാർക്ക് ചെയ്തോളൂ. അത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ.
To make a shirt for a boy in the class, 1.45 meter of cloth is needed on average. How much cloth is needed to make shirts for the 34 boys in the class? അതുവരെയാണ് question. മലയാളം മീഡിയംകാർക്ക് തുണി കണക്ക് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ചോദ്യമുണ്ട്. എന്താ? ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ ശരാശരി 1.45 മീറ്റർ തുണി വേണം. ക്ലാസ്സിലെ 34 കുട്ടികൾക്കും ഷർട്ട് തയ്ക്കാനാകെ എത്ര മീറ്റർ തുണി വേണം? ഒരു കുട്ടിയുടെ അളവ് തന്നാൽ അതുപോലെയുള്ള 34 കുട്ടികൾക്ക് ഒരേ അളവ് തന്നെയാണ് കൊടുക്കണേ. 34 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതുക? നമ്മൾ ഒന്നാമത്തെ ചോദ്യം എഴുതാനുള്ള സ്പേസ് വിടണം കേട്ടോ. ദ ലെങ്ത് ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ എ സ്റ്റുഡന്റ്, അല്ലേ? ചിൽഡ്രൻ ആണോ? ബോയ്. ദ ലെങ്ത് ഓഫ് ക്ലോത്ത്, the length of എഴുതിക്കോളൂ, ഒപ്പം എഴുതിക്കോളൂ കേട്ടാ. the length of cloth needed to make a shirt for a boy, needed to make a shirt for a boy, needed to make a shirt for a boy is equal to 1.45 meter, 1.45 meter. ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ ആവശ്യമായ ആവശ്യമായ തുണിയുടെ നീളം, ആണ് 1.45 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് therefore the total length of cloth needed for 34 such balls is equal to 34 into 1.45 അല്ലേ വരിക? 34 into 1.45, 34 കുട്ടികൾക്കും കാണില്ല 34 കുട്ടികൾക്കും ആവശ്യമായ തുണിയുടെ നീളം. ഇത് തെളിയുന്നില്ല കേട്ടോ, അതൊന്ന് എന്താ ചെയ്യാം? 34 ആവശ്യമായ തുണിയുടെ നീളം, സമം 34 into 1.45. നമ്മളിത് എങ്ങനെയാണ്? രണ്ടിലും ഇതിൽ ഡെസിമൽ ഇല്ല, ഒരെണ്ണത്തിലെ ഡെസിമൽ ഉള്ളൂ. ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടിലും ഉണ്ടെങ്കിൽ രണ്ടിന്റെയും ഡെസിമൽ മാറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണത്തിനെ ഡെസിമൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 145 into 34 എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിലിപ്പോ ഡെസിമൽ ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി അതൊന്നും ആവശ്യമില്ല. ഇതിൽ ഡെസിമൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഇല്ല എന്ന് കണക്കാക്കി 145 എന്നുള്ളത് ഒരുമിച്ച് എഴുതി അതിനെ 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യൂ. എത്രയാ വരണേ? എത്രയാണോ വരണേ? 4 5s are 20, 2 balance, 4 4s are 16, 18, 5, 3 5s are 15, 1 balance, 3 4s are 12, 13, 1 balance. Okay, 8 plus 5, 13, 5 plus 3, 8 plus 1, 9.
ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 4930 എന്ന് കിട്ടി. പക്ഷെ അതല്ല നമുക്ക് ആൻസർ വരുന്നത് എങ്ങനെയാ വരിക? ചോദ്യത്തില് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഇതിൽ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ ഡെസിമൽ ഇല്ല എന്നുള്ളതുകൊണ്ട്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. അപ്പൊ നമ്മൾ കിട്ടിയ ഉത്തരത്തിന്റെ വലത്തു നിന്ന് ഇടത്തോട്ട് അല്ലെ നോക്കുക, വലത്തു നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് മീറ്റർ. 49.30 മീറ്റർ. 49.30 മീറ്റർ. അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ സീറോക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 49.3 എന്ന് എഴുതിയാലും മതി. ആ സീറോ കഴിഞ്ഞിട്ട് വില ഉണ്ടെങ്കിൽ 49.3 മീറ്റർ. മീറ്റർ എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കണേ. 49.3 മീറ്റർ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏരിയ. ഹെഡിങ് ഉണ്ടല്ലോ നോട്ട്ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലോ ഏരിയ എന്ന് പറഞ്ഞ ഹെഡിങ് ഇല്ലേ? അത് എഴുതുവോ മലയാളം മീഡിയംകാര്? പരപ്പളവ്. എന്നിട്ട് അടുത്ത പേജ് എടുക്കുക. പേജ് നമ്പർ 111 ആണ് എന്റെ ടെക്സ്റ്റിൽ. എന്റെ ടെക്സ്റ്റ് പഴയതാണ്. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിൽ ഏതാ പേജ് നമ്പർ വരണേന്ന് അറിയില്ല, അതനുസരിച്ചിട്ട് എടുക്കും കേട്ടോ. പേജ് നമ്പർ 111 111. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ഇത് മാച്ചോട്ടെ, കഴിഞ്ഞില്ലേ? ഇത് എഴുതിയിട്ട് കഴിഞ്ഞല്ലോ. ഓക്കെ, ഏരിയ പരപ്പളവ്. ടെക്സ്റ്റ് നോക്കി എഴുതാൻ നിങ്ങൾക്ക് കേട്ടോ. പരപ്പളവ്. അതിൽ ഒന്നാമത്തെ ചോദ്യം പേജ് എഴുതിക്കോളൂ. 111 ആണോ? അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് എഴുതുക കേട്ടോ. പേജ് 111. ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം കിട്ടോളൂ, ഇപ്പൊ ചോദ്യം എഴുതണ്ട കേട്ടോ. The sides of a square are of length 6.4 centimeter. What is its perimeter? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? വശങ്ങളുടെ നീളം 6.4 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല, പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ്? 4 into സൈഡ് അല്ലേ? പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ. 4 into സൈഡ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. The length of one side of a square. സ്റ്റെപ്പ് എഴുതിക്കോളൂ. The length of one side of a square. The length of one side of a square is equal to എത്രയാണ്? 6.4 centimeter. 6.4 centimeter. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം ആണ് 6.4 സെന്റിമീറ്റർ. Therefore, perimeter of a square. സമചതുരത്തിന്റെ ചുറ്റളവ് സമം സമചതുരത്തിന്റെ ചുറ്റളവ്. പെരിമീറ്റർ എന്നുള്ളതാണ് മലയാളം ചുറ്റളവ്. 4 into സൈഡ് അഥവാ എന്തെഴുതാം? വശം ഇൻറ്റു 4. സൈഡ് ഇൻറ്റു 4 എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. വശം ഇൻറ്റു 4. അപ്പൊ 4 into 6.4 എത്രയാ വരുന്നത് നോക്കൂ. 64 into 4 ചെയ്താൽ മതിയല്ലോ. 256 ആണ് കിട്ടിയത്. ആണ് കിട്ടിയത്. ചോദ്യത്തില് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് എന്താണ്? സെന്റിമീറ്റർ. പെരിമീറ്ററിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ തന്നെയല്ലേ ആൻസറിൽ വരിക. ഏരിയയുടെ ആവുമ്പോഴല്ലേ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരുള്ളൂ. അപ്പൊ 25.6 സെന്റിമീറ്റർ.
എഴുതിയെടുത്തു, എളുപ്പമാണ് ഇതൊക്കെ അല്ലേ? ആ ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ വേണ്ടി ഫോർമുലയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 3 rods of length 6.4 meter, each are laid end to end. What is the total length? ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? 6.45 മീറ്റർ വീതം നീളമുള്ള 3 കമ്പികള് അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാണ് ഉണ്ടാവുക? അതായത് ഒരു കമ്പിയുടെ നീളം 6.45 മീറ്റർ. അത്തരം 3 കമ്പികളുടെ നീളം എത്ര? അപ്പൊ 3 × 6.45 അല്ലേ ചെയ്യേണ്ടതുള്ളൂ? ചെയ്യാം നമുക്ക്. ചോദ്യം എഴുതാനുള്ള ഇത് എഴുതി കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്ടോ. സെക്കൻഡ് വൺ. രണ്ടാമത്തെ ആൻസർ ആണ് എഴുതുന്നത്. The length of one rod. ഒരു കമ്പിയുടെ നീളം. The length of one rod എന്ന് പറഞ്ഞ കമ്പി എത്രയാ വന്നത്? 6.45 മീറ്റർ. ഒരു കമ്പിയുടെ നീളം. ഒരു കമ്പിയുടെ നീളമാണ് 6.45 മീറ്റർ. Therefore, the total length of 3 such rods. എന്താണ്? ഇത്തരം 3 കമ്പികളുടെ ആകെ നീളം. ഇത്തരം 3 കമ്പികളുടെ ആകെ നീളം സമം എന്താ ചെയ്യാം? 3 × 6.45 അല്ലേ വരിക? ഈക്വൽ ടു എത്ര വരിക നോക്കാം. 645 × 3 അല്ലേ ചെയ്യണ്ടു. കാരണം പോയിന്റ് വേണ്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യാം. അപ്പൊ 3 5s are 15, 1 balance, 3 4s are 12 plus 1 13, balance 6 3s are 18 plus 1 19. ശരിയല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടി? 1935 എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയത്. പക്ഷേ ചോദ്യത്തിലെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസറിന്റെ വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. ചോദ്യത്തിൽ മീറ്റർ ആണ്, അപ്പൊ ആൻസറിലും മീറ്റർ. ഓരോ പ്രോബ്ലം കഴിഞ്ഞ ഇതുപോലെ വരയ്ക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഒരു കമ്പിയുടെ നീളം തന്നു, അതുപോലത്തെ 3 കമ്പിയുടെ നീളം 3 × ആ തന്നിരിക്കുന്ന ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡെസിമൽ പോയിന്റ് ഇല്ല എന്ന് കണക്കാക്കി മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന ആൻസർ ചോദ്യത്തിലെ ഡെസിമൽ സ്ഥാനം കഴിഞ്ഞ എത്ര ഡിജിറ്റുകൾ ഉണ്ടോ അത്രയും ഡിജിറ്റുകൾ കിട്ടിയ ആൻസറിന്റെ വലത്ത് നിന്ന് ഇടത്തോട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വലത്ത് നിന്ന് ഇടത്തോട്ട് അത്രയും ഡിജിറ്റുകൾ നീക്കിയാണ് പോയിന്റ് ഇടേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. തേർഡ് ക്വസ്റ്റ്യൻ. A bag can be filled with 4.575 kilograms of sugar. അപ്പൊ ഡെസിമൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റ് കഴിഞ്ഞാൽ ഓരോ ഡിജിറ്റ് ആയിട്ട് വായിക്കാവൂ, അല്ലാണ്ട് 4.575 എന്ന് ഇതിൽ വായിക്കാൻ പറ്റില്ല. ഓക്കെ. A bag can be filled with 4.575 kilograms of sugar. How much sugar can be filled in 8 such bags? ഒരു ബാഗിൽ 4.575 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. ഇതേ വലുപ്പത്തിലുള്ള 8 ബാഗിലുള്ള പഞ്ചസാരയുടെ ആകെ അളവ് എത്ര? ഒരേപോലത്തെ ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ, the quantity of sugar in a bag. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, അളവ്. The quantity of sugar in a bag. Quantity of sugar in a bag have is equal to 4.575 kg. The quantity of sugar in a bag have, in a bag എഴുതിയാലും മതി, ഒരു സഞ്ചിയിലുള്ള പഞ്ചസാരയുടെ അളവ്.
ഒരു സഞ്ചിയിലെ പഞ്ചസാരയുടെ അളവ്. പഞ്ചസാരയുടെ അളവ്. The total quantity of sugar. Last step എന്താണ്? The total quantity of sugar. 8 such bags. ഉത്തരം 8 സഞ്ചിയിലുള്ള ആകെ പഞ്ചസാരയുടെ അളവ്. ഉത്തരം 8 സഞ്ചിയിലെ, തെളിയുന്നില്ല കേട്ടോ, ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഉത്തരം 8 സഞ്ചിയിലെ പഞ്ചസാരയുടെ ആകെ അളവ്. ഉത്തരം 8 സഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയാണ്. ഇത്തരം 8 സഞ്ചിയിലെ പഞ്ചസാരയുടെ ആകെ അളവ് എങ്ങനെയാ എഴുതുക? 8 × 4.575 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാണ്? 4575 × 8 അല്ലേ ചെയ്യുക? എത്ര വരിക നോക്കൂ, മൾട്ടിപ്ലൈ ചെയ്യോ? ഇതാണോ വരിക? ഇതല്ലേ വരണേ? 36,600 അല്ലേ വരിക? 36,600 ആണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ചോദ്യം കഴിഞ്ഞിട്ട് kg, ചോദ്യം കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് നോക്കി. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകൾ ഉണ്ട് നോക്കുന്നു. അപ്പൊ 1, 2, 3 അല്ലേ ഉള്ളൂ. അപ്പൊ കിട്ടിയ ഉത്തരത്തിന്റെ വലത്തുനിന്ന് ഇടത്തോട്ട് 1, 2, 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പൊ ഇത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 0 അവോയ്ഡ് ചെയ്തിട്ട് എഴുതി കൂടെ? 36.6 kg എന്ന് എഴുതിയാലും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ എഴുതണം. ഡിജിറ്റ് കഴിഞ്ഞിട്ട് സീറോകൾ മാത്രമേ ഉള്ളൂ, വേറെ ഡിജിറ്റ് ഇല്ല എങ്കിൽ ആ സീറോസ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടും സെയിം തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The price of 1 kilogram of rice is 34.50 rupees. How much money do we need to buy 16 kilograms? ഇങ്ങനത്തെ 3 എണ്ണം ഹോംവർക്ക് തരികയാണ് കേട്ടോ ടീച്ചർ. നോക്കൂ, ചോദ്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാം. 1 കിലോഗ്രാം അരിയുടെ വില 34.50 രൂപയാണ്. 34 രൂപ 50 പൈസയാണ്. How much money do we need to buy 16 kilograms? ഇതുപോലെ 16 കിലോഗ്രാം അരി 1 കിലോഗ്രാം അരിയുടെ വിലയാണ് 34.50 rupees. ഇങ്ങനെ 16 കിലോഗ്രാം അരി വാങ്ങിച്ചാൽ ആകെ എത്ര രൂപയാവും? അപ്പൊ 16 × 34.50 ചെയ്താൽ മതി. 16 × 34.50 ചെയ്ത് ആൻസർ കണ്ടെത്തിയാൽ മതി. അത്രയും റുപ്പീസ് ആണ് ആൻസർ കിട്ടുക. അപ്പൊ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് ചെയ്യണം. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 6 bottles are filled with the coconut oil in a can. എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിലേക്കായിട്ട് ഒരു പാത്രത്തിലുള്ള വെളിച്ചെണ്ണ 6 കുപ്പികളിലായിട്ട് നിറച്ചു. ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻസ് 0.478 ലിറ്റർ. ഓരോ ബോട്ടിലും 0.478 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉള്ളത്. ഹൗ മച്ച് ഓയിൽ വാസ് ഇൻ ദ ക്യാൻ ഇൻ ലിറ്റേഴ്സ്? എങ്കിൽ ആ ക്യാനില് എത്ര വെളിച്ചെണ്ണയായിരുന്നു ഉണ്ടായിരുന്നത്? ആ പാത്രത്തിലുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ 6 ബോട്ടിലുകളിലായിട്ട് ഒഴിച്ചത്. ഒക്കെ തെറ്റുകയാണ് അല്ലേ? 6 ബോട്ടിലായിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു നിറച്ചത്. അങ്ങനെ ഒരു ബോട്ടില് 0.478 ലിറ്റർ ആണുള്ളത്. എല്ലാം ഒരേ വലുപ്പമുള്ള ബോട്ടിലാണ്.
അങ്ങനെയാണെങ്കിൽ ഈ 6 ബോട്ടിലിലെയും കൂടിയുള്ള വെളിച്ചെണ്ണ എത്രയാണെന്നാണ് ഇതിന്റെ മീനിങ്. അതായിരുന്നല്ലോ ആ ക്യാനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 6 × 0.478 ചെയ്താൽ പോലെ. സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ, വളരെ എളുപ്പമല്ലേ ഇത്? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനാണ്. Sixth one, the length and breadth of a rectangular room are 8.35 meter and 3.2 meter. What is the area of that room? എന്താ പറയണത്? ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള റൂമിന്റെ ലെങ്തും ബ്രെഡ്ത്തും അളവുകൾ തന്നിരിക്കുന്നു എങ്കിൽ അതിന്റെ ഏരിയ എത്ര? റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്താ വരിക? സ്ക്വയർ മീറ്റർ. ഇവിടെ മീറ്ററിലാണ് തന്നേക്കണേ, അപ്പൊ സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പ്രോബ്ലംസ് 4, 5, 6 പ്രോബ്ലംസ് ഹോംവർക്ക് ചെയ്തിട്ട് വരിക. എളുപ്പമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ 3 പ്രോബ്ലം ഹോംവർക്ക് ചെയ്യുക. സ്ഥിരമായി പറയുന്നത് പോലെ തന്നെ അന്നന്ന് എടുക്കുന്നത് എഴുതി പഠിച്ച് മിടുക്കന്മാരായിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ്സില്. ഓക്കെ, താങ്ക് യു.